സ്വഭാവം നിങ്ങൾ കുറച്ച് ഇമോഷണലാണ്, പക്ഷെ ലോജിക്കോടെ നിങ്ങൾ ചിന്തിക്കും. അതുപോലെ നിങ്ങൾ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് ചിന്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഒരു ഇൻഡ്യൂഷനിൽ തന്നെ ഉറച്ചു നിൽക്കണം കൊണ്ട് അതിലെന്തായാലും സക്സസ് ഉണ്ടാവും. നല്ല കെയർ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഇമോഷണലി നല്ല ഡെപ്ത് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും വേണ്ടി വരും. നിങ്ങൾ സ്വതുവേ നല്ല കോടീശ്വരന്മാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പട്ടിണിയിൽ മരിക്കില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവർ തിങ്കേഴ്സാണ്. ഓവറായിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടും, അതിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവില്ല. പിന്നെ മൂഡ് സ്വിങ്സും ഉണ്ടാവും. നല്ല രീതിയിൽ ജലസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതിലിപ്പോൾ വലിയ മാറ്റം വരുത്താനൊന്നും പറ്റില്ല, കാരണം അത് ഇൻബോണായിട്ട് കിട്ടിയതാണ്. അതിനിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയായിരിക്കണം വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഉത്തമം. ചോദ്യ നക്ഷത്രക്കാർ പൊതുവെ കെയറിങ്, ഹാർട്ട് ഫെൽട്ട്, റിലേഷൻ, പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവരാണ്. എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണം എന്നുള്ള വിചാരം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വേണം വെച്ചിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഡൗട്ട്സ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് എല്ലാം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് പോയിട്ട് അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അതുപോലെ വർക്ക്, സ്റ്റഡി, ഫോക്കസ്, റെക്യൂർഡ് അതൊക്കെ എന്തായാലും കറക്റ്റ് ആയിട്ടുണ്ടാവും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെറിയ എക്സ്പെൻസ് നിങ്ങൾക്ക് എന്തായാലും അത് വന്നിട്ടുണ്ടാവും, അതൊക്കെ തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓവർ തിങ്കിങ് കോസ് സ്ട്രെസ് ഒക്കെ ഉണ്ടായത് അതൊക്കെ എന്തായാലും മാറിയിട്ടുണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അത് പിന്നെ കാര്യമാക്കാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒക്ടോബറിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും ഇമോഷണൽ ബൗണ്ടറീസ് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളത്. നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നല്ല വർക്കിൽ ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ്സിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഒരു പുതിയ കണക്ഷൻ അല്ലെങ്കിൽ പുതിയ കണക്ഷനൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനും പറ്റും. അതുപോലെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായാലും സക്സസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ലോ ആണ്, പക്ഷെ സ്റ്റഡി ആയിട്ട് തന്നെ പോവുകയുള്ളൂ. ഇൻഡ്യൂഷൻ ബേസ്ഡിലാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഒപ്പം തന്നെ ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു റൊമാൻറ്റിക് കണക്ഷൻ നിങ്ങൾക്ക് പോസിബിൾ ആണ്. പഴയൊരു ക്രഷ് നിങ്ങളെ റീവിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്രഷ് റീവിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ സംസാരം തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അതെന്തായാലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിർബന്ധമായിട്ടും പറയണം, അത് ഒളിച്ച് വെക്കരുത്. പാർട്ട്ണർ എന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ വേണിച്ച വീണ്ടും അവരുടെ അടുത്ത് സംസാരിക്കുക, പക്ഷെ അത് പാർട്ട്ണറുടെ അടുത്ത് ലോയലായിട്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. പ്രണയപരമായിട്ട് പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇൻക്രീസ് ആവും. ഓവർ തിങ്കിങ് എന്തായാലും അവോയ്ഡ് ചെയ്യണം, ജലസി എന്തായാലും അവോയ്ഡ് ചെയ്യണം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവും, നല്ല കെയറിങ്ങും ഉണ്ടാവും, അതെന്തായാലും ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഫാമിലി ഡിസ്കഷനൊക്കെ നല്ല മധുരമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും പോവും. ഹൃദയം കൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്, പക്ഷെ ആ സമയത്ത് അതെന്തായാലും ഇമോഷണലി ഡൗൺ ആവാനും സാധ്യത വളരെ കൂടുതലാണ്. മൈൻഡിലെ ക്ലാരിറ്റി എന്തായാലും ഇമ്പ്രൂവ് ആവും. ഇൻഡ്യൂഷൻ എന്തായാലും കറക്റ്റും ആവും. ഇമോഷണൽ ഇൻ്റലിജൻസ് ഭയങ്കര പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ് നവംബർ. ലേസിനെസ് കുറച്ച് കമ്മിയാവും, അതുകൊണ്ട് ആക്ഷൻ നന്നായിട്ട് എടുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമോഷണൽ ബാലൻസ് വേണം, എനിക്കിപ്പോൾ വളരണം എന്നൊരു വിചാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നവംബറിൽ അത് കുറച്ച് കൂടുതലും ആയിരിക്കും. പെൻഡിങ് ആയിട്ടുള്ള മണി എന്തായാലും ക്ലിയർ ആവും. സൈഡ് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് വേറെ പുതിയത് വരുന്നുണ്ട്. കടം കൊടുക്കരുത്. റിസ്ക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും നവംബറിൽ വേണ്ട. അതുപോലെ ഗോൾഡ് ആൻഡ് സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. തിങ്കളാഴ്ചകളിൽ ചന്ദ്രനെ പ്രയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ. തലവേദന എന്തായാലും നവംബറിൽ ഉണ്ടാവും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും. സ്റ്റാമിന ആരോഗ്യപരമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല, എന്തായാലും നല്ല ഇമ്പ്രൂവ്മെന്റ് തന്നെ ആയിരിക്കും. നിങ്ങൾ എന്തായാലും വെള്ള അല്ലെങ്കിൽ സിൽവർ ഔട്ട്ഫിറ്റ് മൺഡേ എന്തായാലും ധരിക്കണം. ആർക്കെങ്കിലും പാല് ദാനം ചെയ്യുന്നത് എന്തായാലും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ജലസി ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഒന്ന് അവോയ്ഡ് ചെയ്യണതും അവരായിട്ട് മാറി നിൽക്കുന്നതും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഇമോഷണൽ ഇൻ്റലിജൻസ് പ്ലസ് കാം ആയിട്ടുള്ള ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പ്രണയത്തിലും കരിയറിലും പേഴ്സണൽ ഗ്രോത്തിലും ഒരു സക്സസ് നിങ്ങൾക്ക് നവംബറിൽ കാണാൻ പറ്റും.